ഹലോ ഗൈസ്, നിങ്ങൾക്ക് കൂർക്ക ഇഷ്ടമാണോ? നമുക്കൊരു കൂർക്ക കറി വെച്ചാലോ? അപ്പം വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റാറി സിസ്റ്റേഴ്സ്. അപ്പം നമ്മുടെ അച്ചുവിൻ്റെ മേലെ ഉർവശി ചേച്ചിയുടെ ഫേവറേറ്റ് ആയ കൂർക്ക എന്ന് നമുക്കൊന്ന് തട്ടിക്കൂട്ടി കറി വെക്കാം. സോ ബിഫോർ സ്റ്റാർട്ടിങ് അവർ കുക്കിംഗ്, ആദ്യം തന്നെ നമ്മുടെ കൂർക്ക കരുതൽ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പം നന്നായി കഴുകിയതിന് ശേഷം നമ്മുടെ ഇതിന് തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതൊരു മീഡിയം സൈസിൽ അങ്ങോട്ട് അരിഞ്ഞെടുക്കണം. കൂർക്കയൊക്കെ എടുത്ത്, പക്ഷെ എന്താ ഉണ്ടാക്കുന്നത്? അതാ നമ്മുടെ കൂർക്ക വെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ ചൂടാക്കിയിട്ട് എണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ലേശം ഉപ്പും കൂട്ടിടണം. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, മുളക് അരിഞ്ഞു വെച്ചതും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്യണം. പിന്നെ തക്കാളി ഇല്ലാതെ എന്ത് ആഘോഷം? പിന്നെ തക്കാളിയുടെ അളവിൽ ലേശം കുറവുണ്ട്. കാരണം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കാണുമ്പോൾ ഒന്ന് കഴിക്കാതെ എങ്ങനെ പോകുന്ന. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമ്മുടെ മെയിൻ താരത്തെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാ. ആരാ? കൂർക്ക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു സ്വല്പം മഞ്ഞപ്പൊടി ഇടാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇല്ലാതെ എന്താഘോഷം? നേരത്തെ തക്കാളിയുടെ കാര്യം പറഞ്ഞതുപോലെ അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ മസാലയുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. ഒരു സ്പൂൺ മസാലയും കൂടെ അതിലേക്ക് അങ്ങ് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിടാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഒരു 4-5 വിസിലടിക്കാം. കുക്കറിലെ ആവി ഫുൾ പോയതിനു ശേഷം നമുക്കിതൊന്ന് തുറക്കാം. അതാ നമ്മുടെ സ്വാദിഷ്ടമായ കൂർക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ആഹാ, കാണാൻ തന്നെ എന്താ രസം. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.